എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച് KT ജലീൽ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വളച്ചൊടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. PV അൻവറിന്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ SDPM ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡൽഹിയിലെ സംഘപരിവാർ എമാന്മാരെ സന്തോഷിപ്പിക്കാനുള്ള പരാമർശമെന്ന് വി.ഡി. സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടേത് RSS ബന്ധം പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷ നേതാവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ഡൽഹിയിൽ പറഞ്ഞതെന്നും എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്നും വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചതെന്നും വ്യക്തമാക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറയുന്നത് ശരിയെങ്കിൽ അത് ഗൗരവ സ്വഭാവമുള്ളതാണെന്നും ഇത്രയും നാൾ ഇക്കാര്യം മറച്ചുവെച്ചെന്തിനെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ഡൽഹിയിലെ സംഘപരിവാർ എമാന്മാരെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ ഇതുവരെ പറയാത്ത കാര്യമാണ് ഡൽഹിയിൽ വെച്ച് ദേശീയ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണക്കടത്തിലൂടെ പണം ലഭിച്ചെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചതെന്നും പറയാനുള്ള ബാധ്യതയും മുഖ്യമന്ത്രിക്കുണ്ട്, സതീശൻ വ്യക്തമാക്കി. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് കൊണ്ടാകും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്നും എന്താണ് അവർക്കെതിരെ നടപടി എടുക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ആരാണ് സ്വർണം കടത്തുന്നതെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്. സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സർക്കാരിന് അറിയാം. ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നു. ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണം, അദ്ദേഹം പറഞ്ഞു. ഗവർണർ അല്ല ഇക്കാര്യങ്ങളിൽ ഒന്നും നടപടി എടുക്കേണ്ടതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഫോൺ ചോർത്തൽ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് തേടുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച് KT ജലീൽ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച് KT ജലീൽ. കോടിയേരിയുടെ വിയോഗത്തിലൂടെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയമാണെന്നും വാളാകാൻ എല്ലാവർക്കും ആകുമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമദിനമാണിന്ന്. തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്കേ കഴിയൂ. അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതെന്നും KT ജലീൽ അഭിപ്രായപ്പെട്ടു. കോടിയേരിയുടെ സ്മരണകൾക്ക് മരണമില്ല. കോടിയേരിയില്ലാത്ത ഒരു വർഷം. ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയമാണ്. വാളാകാൻ എല്ലാവർക്കും കഴിയും. തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്കേ കഴിയൂ. അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. നാളെ പ്രകാശിതമാകുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. എന്നെ ഞാനെന്ന രാഷ്ട്രീയക്കാരനായി രൂപപ്പെടുത്തിയ കൊരമ്പയിൽ അഹമ്മദാജിക്കും ഇടതുചേരിയിൽ എനിക്ക് ഊർജം പകർന്ന കോടിയേരി ബാലകൃഷ്ണനുമാണ്. ആ സമന്വയം തീർത്തും യാദൃശ്ചികമാണ്. സഖാവേ ലാൽ സലാം എന്നാണ് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വളച്ചൊടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വളച്ചൊടിച്ചെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ദുരുദ്ദേശത്തോടെ വർഗീയമായി വളച്ചൊടിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി MP രാജേഷിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറത്തെക്കുറിച്ച് അല്ലെന്നും കള്ളക്കടത്ത് സ്വർണം എന്തിനുപയോഗിക്കുന്നു എന്നു മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നുമാണ് മന്ത്രി പറയുന്നത്.
ഏതെങ്കിലും ജില്ലയെക്കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. കള്ളക്കടത്തിനെയാണ് മുഖ്യമന്ത്രി എതിർത്തത്. കള്ളക്കടത്തിനെ എതിർക്കുമ്പോൾ ഏതെങ്കിലും ജില്ലയെ പഴിചാരുന്നവരാണ് സങ്കുചിത രാഷ്ട്രീയത്തിനായി ജില്ലയെ അപമാനിക്കുന്നത്. മലപ്പുറത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളെ നേരിട്ട് എതിർത്ത നേതാവ് പിണറായി വിജയനും പാർട്ടി CPM-ഉമാണെന്നും MP രാജേഷ് ചൂണ്ടിക്കാട്ടി. തിരക്കഥ എന്താണെന്ന് വ്യക്തമായി. അൻവറിനെ CPM ഒരു കാലത്തും ന്യായീകരിക്കാനും സംരക്ഷിക്കാനും നിന്നിട്ടില്ലെന്ന് MP രാജേഷ് പറഞ്ഞു. പ്രതിനായകനായിരുന്ന അൻവർ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ താരമായി. ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞാൽ മാധ്യമങ്ങൾ തലയിൽ ചുമന്ന് നടക്കുമെന്നും മന്ത്രി വിമർശിച്ചു. PV അൻവറിന്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ SDPM ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. PV അൻവറിന്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ SDPM ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒപ്പം മുസ്ലിം ലീഗും കോൺഗ്രസുമുണ്ട്. ആകെ 10-30 പേരാണ് പാർട്ടി. അതിലെ 2 പ്രബല വിഭാഗങ്ങളാണ് SDPM ജമാഅത്തെ ഇസ്ലാമിയും. ഇവരുടെ പിന്തുണയാണ് അൻവറിന് കിട്ടുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കോഴിക്കോട് പരിപാടിയിലും കൂടുതൽ പാർട്ടി പ്രവർത്തകർ ഇല്ല. ആരൊക്കെ കൊമ്പുകുലുക്കി വന്നപ്പോഴും നേരിട്ടത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ്. ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്ന ജനതയാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ആ പ്രതിരോധം തുടരണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. CPM-നും സർക്കാരിനുമെതിരെ വലിയ കടന്നാക്രമണം നടക്കുന്നു. അൻവർ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി മാറി. ശരിയായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സർക്കാർ സംഘത്തെ നിയോഗിച്ചു. ADGP-ക്കെതിരെ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കുന്നുവെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടങ്ങിയ പാരമ്പര്യ കലകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒപ്പം അത് ഭാവി തലമുറയ്ക്ക് പകർന്ന് നൽകുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് മഹാകവി വള്ളത്തോൾ നാരായണൻ മേനോനും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, TK വാസു, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, AV സതീഷ്, കലാമണ്ഡലം ലത, K രവീന്ദ്രനാഥൻ, ഡോക്ടർ P വേണുഗോപാലൻ, KB രാജാനന്ദ്, G സാമുവൽ എന്നിവർ പങ്കെടുത്തു. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. യൂട്യൂബ് ചാനൽ വഴി നടിക്കെതിരെയുള്ള വീഡിയോ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത്. നന്ദകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില കൂട്ടി. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ 48 രൂപയാണ് കൂട്ടിയത്. ജൂലൈയിൽ 305 രൂപ കുറച്ചിരുന്നുവെങ്കിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും യഥാക്രമം 7 രൂപ 50 പൈസ, 39 രൂപ എന്നിങ്ങനെ കൂട്ടിയിരുന്നു. ഇതോടെ 3 മാസത്തിനിടെ ആകെ വില വർധന കേരളത്തിൽ 94 രൂപ 50 പൈസയായി. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും തട്ടുകടക്കാർക്കും തിരിച്ചടിയാവുന്ന നീക്കമാണിത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റം വരുത്തിയിട്ടില്ല. LPG വില കൂട്ടുന്നതിന്റെ കാരണം പൊതുവെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വെളിപ്പെടുത്താറില്ല. എന്നാൽ രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനയാണ് ആഭ്യന്തര LPG വില കൂടാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തലുകൾ. പീഡനക്കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയാണ് ചോദ്യം ചെയ്തത്. ദുബൈയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിൻ പോളിയുടെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് താൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകളും നടൻ അന്വേഷണ സംഘത്തിന് കൈമാറി. ഇക്കാര്യം നേരത്തെ സംവിധായകൻ വിനീത് ശ്രീനിവാസനും വെളിപ്പെടുത്തിയിരുന്നു. പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന സമയങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കൊച്ചിയിലെ സെറ്റിലായിരുന്നു നിവിനെന്നാണ് വിനീത് ശ്രീനിവാസൻ അറിയിച്ചത്. നിവിന്റെ പരാതിയിൽ യുവതിയെയും ഭർത്താവിനെയും SIT നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. യുവതിയുടെ പരാതിയിൽ നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം സ്വദേശി ശ്രേയ, സിനിമാ നിർമ്മാതാവ് AK സുനിൽ, എറണാകുളം സ്വദേശികളായ ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. കേസിൽ നിവിൻ 6ാം പ്രതിയാണ്. നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗിക പീഡന പരാതി.
നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗിക പീഡന പരാതി. ആലുവ സ്വദേശിനിയായ നടിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും നടി ഓൺലൈനായി പരാതി നൽകി. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജാഫർ ഇടുക്കി മോശമായി പെരുമാറിയെന്നാണ് നടി പറയുന്നത്. ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ബാലചന്ദ്രമേനോനും നടൻ ജയസൂര്യയും മോശമായി പെരുമാറിയെന്ന് നടി ആരോപിച്ചത്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലചന്ദ്രമേനോനും ജാഫർ ഇടുക്കിക്കുമെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതിനുശേഷം DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും നടി പരാതി നൽകുകയായിരുന്നു. ഇടവേള. ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. തിരികെ വാർത്തകളിലേക്ക്. DYFI ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഖാവ് പുഷ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു. DYFI ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി സഖാവ് പുഷ്പൻ അനുസ്മരണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് NK പ്രമോദ് കുമാർ, MJ ബിനോയ്, മിനി അരവിന്ദൻ, DYFI ബ്ലോക്ക് ട്രഷറർ സഖാവ് AD അജി, മുതിർന്ന പാർട്ടി പ്രവർത്തകൻ സഖാവ് ജോർജ് മാസ്റ്റർ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. DYFI ഓട്ടുപാറ മേഖലാ സെക്രട്ടറി സഖാവ് അജയ് മോഹൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ DYFI പ്രവർത്തകർ, CPIM നേതാക്കൾ, CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രവർത്തകർ തുടങ്ങി വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ പങ്കെടുത്തു. DYFI ഓട്ടുപാറ മേഖലാ ട്രഷറർ സ്വാഗതവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു. PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ P ശശി. PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. എല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും വ്യക്തിപരമായി പറയാൻ ഇല്ലെന്ന് P ശശി പറഞ്ഞു. അതിൽ കുഴപ്പമില്ല. പാർട്ടി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാ റിപ്പോർട്ടുകളും വിടട്ടെ. പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ, P ശശി പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ എന്തിനാണ് എന്നെ ആക്രമിക്കുന്നതെന്നും P ശശി ചോദിച്ചു. P ശശിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതി സോഷ്യൽ മീഡിയയിലൂടെ PV അൻവർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. സിനിമയിൽ പുരുഷ മേധാവിത്വം ഷൂട്ടിങ്ങിനിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംവിധായകൻ തല്ലിയെന്ന് പത്മപ്രിയ. സിനിമയിൽ പുരുഷ മേധാവിത്വമാണെന്ന് നടി പത്മപ്രിയ. സിനിമകളിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യം. ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ലെന്നും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ സംസാരിക്കുകയായിരുന്നു പത്മപ്രിയ. തമിഴ് സിനിമ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംവിധായകൻ തന്നെ തല്ലിയെന്നും നടി പറഞ്ഞു. 2022 സ്വകാര്യ ഏജൻസി നടത്തിയ പഠനപ്രകാരം നിർമ്മാണം, സംവിധാനം, ഛായാഗ്രഹണം മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം 0 എന്നാൽ ഈ മേഖലകളിൽ 2023 3% സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നുവെന്നും പത്മപ്രിയ പറഞ്ഞു. ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ പ്രശ്നം നേരിടുന്നു. കൃത്യമായി ഭക്ഷണം പോലും നൽകുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റിന് 35 വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥയാണെന്നും പത്മപ്രിയ പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനം സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമുചിതമായി ആചരിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനം സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമുചിതമായി ആചരിച്ചു. പ്രസിഡന്റ് രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ സ്വാഗതവും ട്രഷറർ CL പിയൂസ് നന്ദിയും പറഞ്ഞു. KS കറിയ മാസ്റ്റർ വയോജന സന്ദേശം നൽകി. TK ലീല, MK ശാന്ത എന്നിവർ ആശംസകൾ നേർന്നു. 107-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ആര്യമ്പാടം പട്ടാര രാഘവൻ എന്നയാളെ പ്രസിഡന്റ് രാജു മാരാത്ത് പൊന്നാട അണിയിച്ചു ആദരിച്ചു. തന്നെ ആദരിക്കാൻ സന്മനസ് കാണിച്ച പെൻഷൻ സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞു. ഇപ്പോഴും ചുറുചുറുക്കോടെ യുവാക്കളുമായി ചങ്ങാത്തം കൂടുന്നതുമായ കാര്യങ്ങൾ പറയുമ്പോൾ 106 കഴിഞ്ഞ രാഘവേട്ടൻ വാചാലനായി. തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയിൽ ആനയെ ഉപയോഗിക്കുന്നത് വിലക്കണമെന്ന BSPയുടെ ആവശ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി.
നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയിൽ ആനയെ ഉപയോഗിക്കുന്നത് വിലക്കണമെന്ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന പതാകകൾക്ക് കമ്മീഷൻ അനുമതി നൽകുകയോ അംഗീകരിക്കുകയോ ചെയ്യാറില്ലെന്നും അറിയിച്ചു. പതാകയിൽ പേര്, ചിഹ്നം, ദേശീയ പതാക എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അതത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കൂടാതെ തമിഴക വെട്രിക്കഴകം പാർട്ടി ചിഹ്നത്തിനായി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെന്നും അതിനുശേഷമേ താൽക്കാലിക ചിഹ്നം അനുവദിക്കുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ചിഹ്നമായ ആനയെ TVKയുടെ പതാകയിൽ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി BSP ദേശീയ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്ര മിശ്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഓഗസ്റ്റ് 22-ന് ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് വിജയ് പാർട്ടി പതാക പുറത്തിറക്കിയത്. 27-ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പതാകയുടെ അർത്ഥവും പാർട്ടി നയവും വ്യക്തമാക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജസ്ഥാനികളുടെ കൈകളിലെ കരവിരുതിൽ കൃഷ്ണന്മാർ പിറവിയെടുക്കും. രാജശേഖരൻ കടമ്പാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ ജില്ലയിലെ കോലഴിയിൽ ദൈവങ്ങൾ ജനിക്കുന്ന ഒരു വീടുണ്ട്. ഹൈന്ദവർ ആരാധിക്കുന്ന ഒട്ടുമിക്ക ദൈവങ്ങളും ഇവിടെ പിറവിയെടുക്കുന്നുണ്ട്. വർഷം മുൻപ് രാജസ്ഥാനിലെ ഗുൾഡൈ എന്ന ഗ്രാമത്തിൽ നിന്നും കേരളത്തിലെത്തിയവരാണ് ദൈവങ്ങളെ വിറ്റ് ഉപജീവനം കഴിക്കുന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോലഴിയിൽ റോഡരികിലുള്ള ഒരു വീട്ടിലാണ് പ്രതിമ നിർമ്മിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമടക്കം പ്രതിമ നിർമ്മാണത്തിലുണ്ട്. മണ്ണിൽ ഉണ്ടാക്കിയ ശേഷം റബ്ബർ കൊണ്ട് മോൾഡ് ഉണ്ടാക്കുന്നു. മോൾഡിൽ ചകിരിനാരും മറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റൊരു മോൾഡിൽ വൈറ്റ് സിമന്റ് നിറച്ചാണ് പ്രതിമ നിർമ്മിക്കുക. ഉണക്കിയെടുത്ത പ്രതിമകൾ മിനുക്കിയെടുത്ത ശേഷം വർണ്ണങ്ങൾ പകർന്ന് കമനീയമാക്കുന്നു. നിർമ്മാണം പൂർത്തിയായ പ്രതിമകൾ കാണാൻ ഏറെ മനോഹരമാണ്. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രതിമകൾക്ക് ആവശ്യക്കാർ ഉള്ളതായി പ്രതിമ നിർമ്മിക്കുന്ന രാജസ്ഥാൻ സ്വദേശി രമേശ് പറഞ്ഞു. रबर है, पाल रबर। पहले उसका मोल्ड बनाते हैं मिट्टी से डिजाइन, फिर रबर से उसका फ्रेम बनाते हैं, फिर एक बाद में उसको सगरी का दही बनाते हैं, ऐसा वाला दही। वो रबर से बनाते हैं? नहीं, वो सगरी से बनाते, नारियल का सगरी। उसका बाद में 10-15 दिन के बाद में रेडी होता है, फिर उसको मूर्ति निकालना शुरू करते हैं। वो तो इधर ही बेचते हैं, बाहर बेचते हैं क्या? बाहर जाता है, किधर किधर जाता है? ये पूरी जगह जाता है। केरला में सब दुकान में देते हैं ना। दुकान देता है, गुरुवार में देता है। हाँ, गुरुवार में जाता है। और गुरुवार में आलवा, एर्नाकुलम, शोरनूर, त्रिशूर केरला कड़ा। वो एक स्टैचू है, कितना दिन से पूरा काम हो जाता है? ये ऐसा एक बड़ा है, कितना दिन से पूरा जाएगा? मोल्ड पूरा काम का तो टाइम लगता है। मोल्ड बनाना पड़ता है, फिर उसको डाई बनाना पड़ता है, फिर उसको बाहर निकालता है, सुखाते है, कलर करता है, फिर उसका कम से 1-2 हफ्ता 3 हफ्ता लग जाता है। ₹200 മുതൽ 3000 രൂപ വരെ വിലയുള്ള പ്രതിമകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഗുരുവായൂരിലാണ് കൂടുതൽ പ്രതിമകൾ വിൽക്കുന്നത്. രാധാകൃഷ്ണന്മാർക്കാണ് ആവശ്യക്കാർ ഏറെ. ശ്രീകൃഷ്ണ രൂപങ്ങളും കുട്ടി കൃഷ്ണന്മാരും ഇവരുടെ പണിപ്പുരയിൽ ജനിക്കുന്നുണ്ട്. മലയാളികളുടെ വീടുകളിലെ അകത്തളങ്ങളിലും
പൂജാമുറികളിലും ഇവരുണ്ടാക്കുന്ന പ്രതിമകൾ സ്ഥാനം പിടിക്കുമ്പോൾ അത് വലിയ സന്തോഷമാണെന്ന് ഇതര സംസ്ഥാനക്കാരായ ഇവർ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച് KT ജലീൽ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വളച്ചൊടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. PV അൻവറിന്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ SDPM ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.